ഈ എക്സാമിനേഷൻ്റെ സിലബസ് ആണ്. സോ ഇവിടെ സിലബസ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ട്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ് ഉണ്ട്. ഹലോ എവ്രി വൺ. വെറും 10ാം ക്ലാസ് മാത്രം അടിസ്ഥാന യോഗ്യത ആവശ്യമുള്ള ഒരു സെൻട്രൽ ഗവൺമെൻറ് എക്സാമിനേഷനാണ് SSCയുടെ MTS എക്സാമിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ MTS എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എന്നാണ്. സോ എൻട്രി ലെവൽ ജോബുകൾ, അതായത് ലെവൽ 1 മുതൽ വരുന്ന ജോലികളാണ് ഇവിടെ SSC MTSൻ്റെ എക്സാമിലൂടെ വിളിക്കപ്പെടുന്നത്. അപ്പോൾ അധികവും ഓഫീസ് അസിസ്റ്റൻറ്റ്, പിയൂൺ, ഡ്രൈവർ പോലെയുള്ള ജോലികളായിരിക്കും ഈ തസ്തികകളിൽ നിങ്ങൾ കയറി കഴിയുമ്പോൾ നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ എന്താണ് SSCയുടെ MTS എക്സാമിനേഷൻ, ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും, അതായത് ഏതൊക്കെ പ്രായത്തിലുള്ളവർക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുക, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ്, എക്സാമിൻ്റെ സ്കീം എങ്ങനെയാണ്, സെലക്ഷൻ പ്രൊസീജിയർ എന്തൊക്കെയാണ്, സിലബസ് എന്താണ്, കഴിഞ്ഞ വർഷങ്ങളിലെ കട്ട് ഓഫ് എത്രയാണ്, ഇതിനു മുമ്പ് വിളിച്ചിട്ടുള്ള വേക്കൻസീസ് എത്രയാണ്, തുടങ്ങിയ SSC MTS എക്സാമിൻ്റെ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ആദ്യം തന്നെ SSCയുടെ MTS എക്സാമിലൂടെ വിളിക്കുന്ന പോസ്റ്റുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും 2 പോസ്റ്റുകളാണ് SSCയുടെ MTS എക്സാമിൽ വിളിക്കപ്പെടുന്നത്. അതിലൊന്ന് MTS അല്ലെങ്കിൽ നോൺ ടെക്നിക്കൽ ആയിട്ട് വരുന്ന മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എന്ന് പറയുന്നതും അടുത്തത് ഹവിൽദാർ എന്ന് പറയുന്ന പോസ്റ്റുമാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ജോലി സ്വഭാവത്തിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ MTS അല്ലെങ്കിൽ ഒരു മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ആയിട്ടാണ് വരുന്നതെങ്കിൽ കേന്ദ്ര ഡിപ്പാർട്ട്മെൻറ്റുകളിലെ അല്ലെങ്കിൽ കേന്ദ്ര മിനിസ്ട്രികളിലെയൊക്കെ വരുന്ന പല സെക്ഷൻസിലെയും ക്ലറിക്കൽ ജോലികളിലൊക്കെ അസിസ്റ്റ് ചെയ്യുന്ന ആൾക്കാരായിട്ട്, അതായത് ഇപ്പോൾ ഫയലൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന, ഫയൽ ഇവിടുന്ന് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് കൊടുക്കുക, അല്ലെങ്കിൽ മേ ബി ഡിസ്പാച്ച് ചെയ്യുക, മേ ബി ഓഫീസിലെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് നോക്കുക, ഓഫീസ് തുറക്കുക, അങ്ങനെ ഓഫീസിൻ്റെ ഒരു സെൻട്രൽ ഗവൺമെൻറ് ഓഫീസിൻ്റെ സ്മൂത്ത് ആയിട്ടുള്ള ഫംഗ്ഷനിങ് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പാക്കുന്ന ഒരാളാണ്. ഓഫീസ് അസിസ്റ്റന്റിന്റെ പോസ്റ്റാണ് ഇവിടെ MTS എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ തന്നെ ഇപ്പോൾ ഹവിൽദാറിന്റെ പോസ്റ്റിൽ വരുമ്പോഴും MTSന്റെ പോസ്റ്റ് വരുമ്പോഴും സെലക്ഷൻ പ്രൊസീജിയറിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, 10th സ്റ്റാൻഡേർഡ് എലിജിബിലിറ്റി ഉള്ള ആർക്കും ഈ ജോലിക്ക് അപ്ലൈ ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ മേ ബി ഇവിടെ ബെഞ്ച് മാർക്ക് ഫിസിക്കൽ ഡിസബിലിറ്റീസ് ഉള്ള PWD ആൾക്കാർക്കും ഡിസബിലിറ്റീസ് ഉള്ള ആൾക്കാർക്കും ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ 2 പോസ്റ്റുകളുടെയും ഫങ്ഷണൽ റിക്വയർമെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ST W എന്നൊക്കെ കാണാം അല്ലേ. സോ S എന്ന് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് സിറ്റിംഗ് ആണ്, ST എന്ന് വെച്ചാൽ സ്റ്റാൻഡിങ് ആണ്, W ഇവിടെ വാക്കിംഗ് ആണ്, BN എന്ന് വെച്ചാൽ ബെൻഡിങ്, നെക്സ്റ്റ് RW എന്ന് വെച്ചാൽ റീഡ് ആൻഡ് റൈറ്റ്, SC ഫോർ സീയിങ്, H ഫോർ ഹിയറിംഗ്, C ഫോർ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇത്രയും ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ് ആണ് ഈ ജോലിക്ക് വരുന്നുള്ളൂ. അപ്പം ഫിസിക്കൽ ഡിസബിലിറ്റീസ് ഉള്ള ആൾക്കാർക്കും, അതായത് B എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ബ്ലൈൻഡ് ആണ്, ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാർക്ക്, ലോ വിഷൻ ഉള്ള ആൾക്കാർക്ക്, ഡെഫ് ആയിട്ടുള്ള ആൾക്കാർക്ക്, 1 ആം മാത്രം ഉള്ളവർക്ക്, അല്ലെങ്കിൽ ഹിയറിംഗ് ഇമ്പയർമെൻ്റ് ഉള്ള ആൾക്കാർക്ക്, അങ്ങനെ ഈ തന്നിരിക്കുന്ന ടൈപ്പ് ഓഫ് ഡിസബിലിറ്റികളുള്ള ആൾക്കാർക്കും ഇതിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? അപ്പോൾ ഇവിടെ HH എന്ന് പറയുന്നത് ഇവിടെ ഹാർഡ് ഓഫ് ഹിയറിംഗ് ആണ്. അങ്ങനെ പല തരത്തിലുള്ള ഡിസബിലിറ്റീസ് ഉള്ളവർക്കും ഈ 2 പോസ്റ്റുകളിലേക്കും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഹായ്. നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് എക്സാം സ്റ്റാർട്ട് ആകുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ജൂണിലെ എൻട്രിയുടെ എഡ്യൂഫെസ്റ്റും സ്റ്റാർട്ടായി കഴിഞ്ഞു. അപ്പോൾ ഇപ്പം പഠിച്ച് തുടങ്ങുന്നവർക്ക് ഈ ഒരു സ്പെഷ്യൽ ഓഫറിൽ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ജോലി കിട്ടുന്നവരെ എക്സ്റ്റൻഡഡ് വാലിഡിറ്റിയിൽ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം ഈ ഒരു 1 ടൈം ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ. ഇപ്പം തന്നെ ജോയിൻ ചെയ്യുമല്ലേ? അപ്പോൾ രണ്ടിൻ്റെയും ഇവിടെ ഫിസിക്കൽ ഫങ്ഷനാലിറ്റി ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആയിട്ടാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാത്ത ഒന്നതാ ഇവിടെ MF ഉണ്ട്. MF എന്ന് പറയുന്നത് മാനിപ്പുലേഷൻ വിത്ത് ഫിംഗേഴ്സ് ആണ്. അതായത് ഫിംഗേഴ്സിൻ്റെ മൂവ്മെൻറ്റ്, ഈ ടൈപ്പിംഗ് ഒക്കെ പോലെയുള്ള ഫിംഗേഴ്സിൻ്റെ മൂവ്മെൻറ്റ് ആവശ്യമായിട്ടുള്ള പോസ്റ്റാണ് ഇവിടെ ഹവിൽദാറിൻ്റെ പോസ്റ്റ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ പോസ്റ്റ് എന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏതൊക്കെ പ്രായത്തിലുള്ളവർക്ക് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. സോ ഇവിടെ ഈ 2 എക്സാമിനേഷനും 2 പ്രായപരിധിയാണ്. ഫോർ എക്സാമ്പിൾ, ഇവിടെ 18 തൊട്ട് 25 വയസ്സ് വരെയുള്ളവർക്ക് MTSൻ്റെ പോസ്റ്റിലേക്കും ഹവിൽദാർ CBN, അതായത് സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സ്, അവിടേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. എന്നാൽ ഹവിൽദാർ പോസ്റ്റ് CBICയിൽ വരുമ്പോൾ, സോ ഇവിടെ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസ്, അതിനെയാണ് നമ്മൾ CBIC എന്ന് പറയുന്നത്. സോ ഇതിലേക്ക് വരുന്ന സമയത്ത് വീണ്ടും MTSൻ്റെ ചില പോസ്റ്റുകളിലും 18 തൊട്ട് 27 വയസ്സ് വരെയാണ്
പ്രായപരിധി വരുന്നത്. ഓക്കെ, അപ്പോൾ ജനറലി ഇത്രയാണ് വരുന്നത്. അപ്പോൾ ഈ വർഷത്തെ നോട്ടിഫിക്കേഷനിലാണ് അതിൻ്റെ കാര്യമായിട്ടുള്ള ഏത് വർഷം മുതൽ ഏത് വർഷം വരെ ഉള്ളത്, അല്ലെങ്കിൽ ഏത് മാസം മുതൽ ഏത് മാസം വരെ ഉള്ളത് എന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഏജ് ലിമിറ്റിൽ പറയാനായിട്ടുള്ളത്. സോ രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രായപരിധിയാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഇവിടെ റിലാക്സേഷൻ, അതായത് ഏജ് ബേസ്ഡ് ആയിട്ടുള്ള റിലാക്സേഷൻ എത്രയാണെന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ SSCയുടെ എല്ലാ എക്സാംസിലും വരുന്ന റിലാക്സേഷൻ പോലെ തന്നെയാണ് MTS എക്സാമിൻ്റെ റിലാക്സേഷനും വരുന്നത്. ബേസിക്കലി OBCക്കാർക്ക് 3 വർഷം വരെ ആയിരിക്കും ഏജ് റിലാക്സേഷൻ ഉണ്ടാവുക. അപ്പോൾ 18 തൊട്ട് 25 എന്ന് പറയുന്നത് 18 തൊട്ട് 28 ആകും. 18 തൊട്ട് 27 എന്ന് പറയുന്നത് വീണ്ടും 18 തൊട്ട് 30 വരെ ആകും. ഓക്കെ, ഇനി SC STക്കാർക്ക് 5 വർഷത്തെ റിലാക്സേഷൻ ഉണ്ടാകും. ഇനി അൺറിസർവ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് അങ്ങനെയുള്ളവർക്ക് 10 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ടാകും. ആൻഡ് OBCയിൽ തന്നെ ഡിസബിലിറ്റീസ് ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് 10, 3, 13ൻ്റെ റിലാക്സേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ആൻഡ് SC STയിൽ വരുന്ന പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് അവർക്ക് ഇവിടെ 15 വർഷത്തെ റിലാക്സേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ സാധാരണ SSCയുടെ എല്ലാ എക്സാംസിലും വരുന്ന പോലെ തന്നെയുള്ള ഏജ് റിലാക്സേഷനാണ് MTSലും നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഇനി ഇതിന് മുമ്പ് വന്നിരിക്കുന്ന വേക്കൻസീസ് കൂടി നമുക്ക് ജസ്റ്റ് നോക്കാം. സോ 2024ലെയും 23ലെയും 22ലെയും വേക്കൻസീസ് നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ രണ്ടിലും MTSൻ്റെയും ഹവൽദാർ പോസ്റ്റിൻ്റെയും സെപ്പറേറ്റ് ആയിട്ടാണ് വേക്കൻസി വരുന്നത്. അപ്പോൾ 2024 8,000+ ആയിരുന്നു, മറ്റത് 9,000+ ആയിരുന്നു. അതിന് മുമ്പത്തെ വർഷം ഇവിടെ 1,500ഉം 1,700ഉം ഒക്കെയാണ്. അപ്പം ഈ വർഷത്തെ നോട്ടിഫിക്കേഷനിലായിരിക്കും എത്ര വേക്കൻസീസ് ഉണ്ട് എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ എസെൻഷ്യൽ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ ജസ്റ്റ് 10ാം ക്ലാസ് യോഗ്യതയുള്ള ആർക്കും ഈ എക്സാമിന് അപ്ലൈ ചെയ്യാം എന്നല്ലേ. അപ്പോൾ നിങ്ങളുടെ യോഗ്യത വെറും മെട്രിക്കുലേഷൻ ആയിരുന്നാൽ മാത്രം മതി. അതായത് ഇന്ത്യയിൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ബോർഡിൽ നിന്നും നിങ്ങൾ 10ാം ക്ലാസ് പാസ്സായിട്ടുണ്ടായിരിക്കണം. ഇത് മാത്രമാണ് ഇവിടെ വരുന്നുള്ളൂ. സോ അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ പ്രായപരിധി 18 തൊട്ടാണ്. അപ്പോൾ ഇപ്പം 10ാം ക്ലാസ് കഴിഞ്ഞ ആൾക്കാർക്ക് എന്തായാലും 18 ഇയേഴ്സ് ആയിട്ടുണ്ടാവില്ല. സോ അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള 10ാം ക്ലാസ് കഴിഞ്ഞ ആർക്കും ഈ ജോലിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതിൽ ഇത്ര പെർസെൻറ്റേജ് മാർക്ക് നിർബന്ധം എന്നോ അങ്ങനെയൊന്നും പറയുന്നില്ല. ജസ്റ്റ് ഇവിടെ 10th സ്റ്റാൻഡേർഡ് പാസ്സായാൽ മതി, അത് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് എങ്ങനെയാണ് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുക? സോ SSCയുടെ എല്ലാ എക്സാംസും അപ്ലൈ നമ്മൾ ചെയ്യുന്നത് SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെയാണ് അല്ലേ. സോ SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ssc.gov.in എന്ന വെബ്സൈറ്റിലൂടെയാണ് നമ്മൾ ആപ്ലിക്കേഷൻ ചെയ്യുന്നത്. സോ ഇവിടെയും അതേപോലെ തന്നെയാണ് ചെയ്യുക. സോ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നിങ്ങൾ SSCയുടെ ഈ വെബ്സൈറ്റിൽ പോയിട്ട് ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ക്ലിക്ക് അപ്ലൈ എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണും. അത് നിങ്ങൾ പ്രസ് ചെയ്യുക. അതിനുശേഷം ആവശ്യമുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് അപ്ലൈ ചെയ്യുക. ആൻഡ് ഓൾസോ ഇവിടെ ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നോട്ടിഫിക്കേഷനിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ടാവും ഇങ്ങനെയാണ് ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ആ സ്പെസിഫിക്കേഷൻസ് ഒക്കെ കറക്റ്റ് നോക്കിയിട്ട് വേണം നമ്മുടെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാൻ. ഹായ്, നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് എക്സാം സ്റ്റാർട്ട് ആകുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ജൂണിലെ എൻട്രിയുടെ എഡ്യൂഫെസ്റ്റും സ്റ്റാർട്ടായി കഴിഞ്ഞു. അപ്പോൾ ഇപ്പം പഠിച്ച് തുടങ്ങുന്നവർക്ക് ഈ ഒരു സ്പെഷ്യൽ ഓഫറിൽ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ജോലി കിട്ടുന്നവരെ എക്സ്റ്റൻഡഡ് വാലിഡിറ്റിയിൽ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം ഈ ഒരു 1 ടൈം ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ. അപ്പോൾ ഇപ്പം തന്നെ ജോയിൻ ചെയ്യുമല്ലേ. ഇനി അടുത്തത് ആപ്ലിക്കേഷൻ ഫീസാണ്. സോ ആപ്ലിക്കേഷൻ ഫീസ് ഇവിടെ ആകെ 100 രൂപ മാത്രമാണ് കൊടുക്കേണ്ടതായിട്ടുള്ളൂ. സോ അതിൽ തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും SC STയിൽ വരുന്ന മറ്റ് കാൻഡിഡേറ്റ്സിനും പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസിനും വീണ്ടും എക്സ് സർവീസ്മെൻറ്റിനും ഇവിടെ കംപ്ലീറ്റ് ഫീ എക്സംഷൻ ബാധകമാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ 1 രൂപ പോലും ഫീസ് കൊടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് അല്ലാതെ തന്നെ ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അല്ലാത്തവർ കൊടുക്കേണ്ട ഫീസ് എന്ന് പറയുന്നത് 100 രൂപയാണ്. നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഓൺലൈനായിട്ട് ഫീസ് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ഗൂഗിൾ പേയോ നിങ്ങളുടെ കയ്യിലുള്ള ഏത് ആപ്പ് ഉപയോഗിച്ചും ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് നടത്താം. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സാമിൻ്റെ സ്കീമാണ്. അപ്പോൾ SSCയുടെ മറ്റ് എക്സാംസിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കുന്ന ഒരു സെലക്ഷൻ പ്രൊസീജിയറാണ് SSCയുടെ MTSൻ്റേത്. അപ്പോൾ SSCയുടെ മറ്റ് എക്സാംസിലൊക്കെ 2 tier എക്സാംസ് മിക്കതിനും ഉണ്ടാകും. അതിൽ 4 സബ്ജക്ട്സ് മാത്സും റീസണിങ്ങും ഇംഗ്ലീഷും ജനറൽ അവയർനെസ്സും ഒക്കെ ഉണ്ടാവില്ല. അപ്പോൾ ഇതിൽ കുറച്ചൊരു ഡിഫറൻസ് വരുന്നുണ്ട്. സോ ബേസിക്കലി ഇവിടെ നമുക്ക് ഒരു റിട്ടൺ ടെസ്റ്റ് മാത്രമേ ഉള്ളൂ. അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ പേപ്പർ 1 എന്ന് പറയുന്ന
ഒരു എക്സാമിനേഷൻ മാത്രമാണ് നമുക്കുള്ളൂ. എന്നാൽ നമ്മൾ ഹവൽദാറിൻ്റെ പോസ്റ്റിലേക്കും കൂടി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിന് ശേഷം നിങ്ങൾക്കൊരു ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഒറ്റ എക്സാമിനേഷനും അതിൻ്റെ പുറകെ ഈ 2 ടെസ്റ്റുകളുമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പോൾ ഇനി അതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഈ ഹവൽദാറിൻ്റെ കംപ്ലീറ്റ് പ്രൊസീജിയറും അതിനുശേഷം MTSൻ്റെ കംപ്ലീറ്റ് പ്രൊസീജിയറും നോക്കാം. ഓക്കെ, സോ രണ്ടിനും കോമൺ ആയിട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ എന്താണ് ഈ എക്സാമിനേഷൻ എന്ന് പറയാം, അതിനുശേഷം ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും നമുക്ക് നോക്കാം. സോ ബേസിക്കലി ഇവിടെ നമ്മുടെ SSCയുടെ മറ്റ് എക്സാംസ് ഒക്കെ പോലെ തന്നെ നടക്കുന്ന കംപ്ലീറ്റ്ലി ഓൺലൈൻ ആയിരിക്കുന്ന ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് MCQ ബേസ്ഡ് ആയിട്ട് വരുന്ന ഓൺലൈൻ എക്സാമിനേഷൻ ആണ് ഇവിടെ CBE 1 എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ 1 എന്ന് പറയുന്നത്. സോ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇതിന് മുമ്പ് ഹിന്ദിയും ഇംഗ്ലീഷും മാത്രമായിരുന്നു പറ്റുമായിരുന്നുള്ളൂ. ഇപ്പോൾ അതുകൂടാതെ മലയാളം അടക്കം ഇവിടെ 13 ലോക്കൽ ലാംഗ്വേജസും കൂടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. മലയാളമുണ്ട്, കന്നഡയുണ്ട്, പിന്നെ തമിഴുണ്ട്, പഞ്ചാബി ഉണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള 13 ലോക്കൽ ലാംഗ്വേജസ് അടക്കം ഇവിടെ നിങ്ങൾക്ക് എക്സാമിന് എഴുതാനായിട്ട് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഏത് ഭാഷയിലാണ് എക്സാം എഴുതേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾ നേരത്തെ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? അപ്പോൾ ഇതാണ് ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ്റെ ഒന്നാമത്തെ കാര്യം. പിന്നെ ഞാൻ പറഞ്ഞു മറ്റുള്ള എക്സാംസിൽ നിന്നും ഇത് സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് ആണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എക്സാമിനേഷനിൽ സെഷൻ 1 ആൻഡ് സെഷൻ 2 എന്ന് പറഞ്ഞിട്ട് 2 സെഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോ സെഷനും 45 മിനിറ്റ്സ് വീതമായിരിക്കും. സോ സെഷൻ 1 ഇവിടെ മാത്സും റീസണിങ്ങും, സെഷൻ 2 ജനറൽ അവയർനെസ്സും ഇംഗ്ലീഷ് ലാംഗ്വേജും ഉണ്ടാകും. അപ്പോൾ ആദ്യത്തെ സെഷൻ 45 മിനിറ്റ് കഴിഞ്ഞാൽ അടുത്ത സെഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സെഷൻ 1 എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ക്വാളിഫയിങ് നേച്ചറാണ്. എന്ന് വെച്ചാൽ സെഷൻ 1 നിങ്ങൾക്ക് പാസ്സാകാൻ ആകെ 30% മാർക്ക് മതി. സോ വിച്ച് മീൻസ് ഇവിടെ ഇതിൽ നിന്നും മാത്സിൽ നിന്നും 20 ചോദ്യം, റീസണിങ്ങിൽ നിന്നും വീണ്ടും 20 ചോദ്യങ്ങളാണ് വരുന്നത് അല്ലേ. അപ്പോൾ 20 ഇവിടെ 40 ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് സെഷൻ 1 നിന്നും ടോട്ടലി വരുന്നത്. അതിൻ്റെ 30% മാർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറും 12 ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആയാൽ മതി. ബാക്കി ഇതിൽ ഫുൾ മാർക്ക് കിട്ടിയിട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് പറയാം, ഇവിടെ വരുന്ന സെഷൻ 1ൻ്റെ മാർക്ക് നിങ്ങളുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നോക്കില്ല. ഇത് സിംപ്ലി ക്വാളിഫയിങ് ആണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇവിടെ ഈ 30% അത് ജനറൽ കാറ്റഗറിക്കാണ്. അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് സെഷൻ 2 നിങ്ങളുടെ മാർക്ക് പരിഗണിക്കുകയുള്ളൂ. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ 12 ക്വസ്റ്റ്യൻ കറക്റ്റ് ആയാലാണ് നിങ്ങൾ എലിജിബിൾ ആവുള്ളൂ. അപ്പോൾ ഇനി നിങ്ങൾക്ക് 10 കറക്റ്റ് ആയുള്ളൂ. പക്ഷേ ബാക്കി സെഷൻ 2 നിങ്ങൾക്ക് ഫുൾ ആണ് കിട്ടിയതെങ്കിൽ നിങ്ങളുടെ മാർക്ക് സെഷൻ 2 പരിഗണിക്കില്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മിനിമം റിക്വയർമെൻറ്റ് എത്രയാണോ അത് നിങ്ങൾ നേടിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, മിനിമം റിക്വയർമെൻറ്റ് നമ്മളോട് ഉദ്ദേശിക്കുന്നത് ജനറൽ കാറ്റഗറിക്ക് 30% UR, അതിന് 30% ആണ് വരിക. സോ നിങ്ങൾ ഈ 60 ആൻഡ് 60 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടലി 120 മാർക്കിൽ നിങ്ങൾക്ക് ഇവിടെ വേണ്ടത് അതിൻ്റെ 30% ആണ്. എന്ന് വെച്ചാൽ ടോട്ടലി നിങ്ങൾക്ക് അവിടെ 36 മാർക്ക് മതി. ആ 36 മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ രണ്ടാമത്തെ സെഷൻ്റെ സ്കോർ പരിഗണിക്കും. ഇനി നിങ്ങൾക്ക് 35 വരുന്നതെങ്കിലോ നിങ്ങൾക്ക് അവിടെ എലിജിബിലിറ്റി ഉണ്ടാവില്ല. കാരണം സെഷൻ 2 നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയാലും അവിടെ എലിജിബിലിറ്റി ഉണ്ടാവില്ല. ക്ലിയർ എല്ലാവർക്കും? അപ്പോൾ ഇനി നെക്സ്റ്റ് വീണ്ടും ഇവിടെ 20 ചോദ്യത്തിൽ നിന്നും 60 മാർക്കാണ് അല്ലേ. അപ്പോൾ ഒരു ക്വസ്റ്റിന് 3 മാർക്ക് വീതമാണ് വെയിറ്റേജ് വരുന്നത്. സോ ഇനി ഒന്നാമത്തെ സെഷന് ശേഷം രണ്ടാമത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യും. ഇനി നെഗറ്റീവ് മാർക്കിങ്ങിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ സെഷനിൽ നിങ്ങൾക്ക് ഇവിടെ നെഗറ്റീവ് മാർക്കിങ്ങേ ഇല്ല. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ സെഷൻ നിങ്ങളെ ജസ്റ്റ് എങ്ങനെയെങ്കിലും പാസ്സാവാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾ ഒരുപാട് പ്രിപ്പറേഷൻ്റെ സമയത്ത് ഒരുപാട് ഊന്നൽ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങളുടെ രണ്ടാമത്തെ സെഷൻ ബേസ്ഡ് ആയിട്ടാണ് നിങ്ങളുടെ ഫുള്ള് മാർക്ക് അല്ലെങ്കിൽ മെറിറ്റ് ലിസ്റ്റ് വരാൻ പോകുന്നത്. ക്ലിയർ? അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇതിൻ്റെ ചില പോയിന്റേഴ്സ് ആണ്. സോ ഇവിടെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ 2 സെഷനിലായിരിക്കും ഉണ്ടാവുന്നത്, സെഷൻ 1 ആൻഡ് സെഷൻ 2. സോ ഇവിടെ സെഷൻ 1ഉം 2ഉം രണ്ടും മാൻഡേറ്ററി ആണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സെഷൻ 45 മിനിറ്റ്സിൻ്റെയാണ്. അത് കഴിയുമ്പം അത് ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആയിട്ട് നിങ്ങളുടെ രണ്ടാമത്തെ സെഷൻ അതായത് സെഷൻ 2 ഇവിടെ സ്റ്റാർട്ട് ചെയ്യും. ക്ലിയർ? ഇനി ഇവിടെ സെഷൻ 1 ശേഷം സെഷൻ 2 സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ അവിടെയും നിങ്ങൾക്ക് 45 മിനിറ്റ്സ് തന്നെയാണ് കിട്ടുന്നത്. സോ ഇൻ ടോട്ടൽ 45 മിനിറ്റ് ആൻഡ് 45 മിനിറ്റ്. സോ ടോട്ടലി നിങ്ങൾക്ക് കിട്ടുന്ന സമയം ഇവിടെ 1.5 മണിക്കൂറാണ്.
ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇനി സെഷൻ 1 ഞാൻ പറഞ്ഞു നെഗറ്റീവ് മാർക്കിംഗ് ഒന്നുമില്ല, പക്ഷേ സെഷൻ 2 ഇവിടെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. ഒരു തെറ്റുത്തരത്തിന് നിങ്ങൾക്ക് 1 മാർക്ക് വീതം മിസ്സായി പോകും. ഓക്കെ, സോ ഇവിടെ നോക്കുക, നെഗറ്റീവ് മാർക്കിംഗ് ഓഫ് 1 മാർക്ക് ഫോർ ഈച്ച് റോങ് ആൻസർ, അത് സെഷൻ 2 വരും. അപ്പോൾ സെഷൻ 2 മാർക്ക് ബേസ്ഡ് ആയിട്ടാണ് നിങ്ങളുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ പറഞ്ഞ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ അത് ഹവൽദാർ പോസ്റ്റിനും MTS പോസ്റ്റിനും രണ്ടിനും കോമൺ ആയിട്ട് വരുന്നതാണ്, ശ്രദ്ധിക്കുക. ഇനി ഹവൽദാർ പോസ്റ്റിന് മാത്രമാണ് PSTയും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും അതുപോലെ തന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും വരുന്നത്. ഓക്കെ, ഹായ്, നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് എക്സാം സ്റ്റാർട്ട് ആകുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ജൂണിലെ എൻട്രിയുടെ എഡ്യൂഫെസ്റ്റും സ്റ്റാർട്ടായി കഴിഞ്ഞു. അപ്പോൾ ഇപ്പം പഠിച്ച് തുടങ്ങുന്നവർക്ക് ഈ ഒരു സ്പെഷ്യൽ ഓഫറിൽ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ജോലി കിട്ടുന്നവരെ എക്സ്റ്റൻഡഡ് വാലിഡിറ്റിയിൽ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം ഈ ഒരു 1 ടൈം ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ. അപ്പോൾ ഇപ്പം തന്നെ ജോയിൻ ചെയ്യുമല്ലേ? അപ്പോൾ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് അറിയാലോ, വാക്കിങ്ങോ റണ്ണിങ്ങോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. സോ വാക്കിംഗ് വന്നിരിക്കുന്നത് മെയിൽ കാൻഡിഡേറ്റ്സ് 15 മിനിറ്റ് കൊണ്ട് 1600 മീറ്റർ, ഫീമെയിൽ കാൻഡിഡേറ്റ്സ് 20 മിനിറ്റ് കൊണ്ട് 1 കിലോമീറ്റർ. അതാണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ വന്നിരിക്കുന്നത്. ഇനി ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റിൽ ബേസിക്കലി ഹൈറ്റും അതുപോലെ തന്നെ വെയിറ്റൊക്കെയാണ് നോക്കുന്നത്. അപ്പോൾ ഹൈറ്റ് 157.5 ആണ് വരുന്നത്, ആൻഡ് ചെസ്റ്റ് എക്സ്പാൻഷൻ 81 സെൻറ്റിമീറ്റേഴ്സ്, അത് മെയിൽ കാൻഡിഡേറ്റ്സിനാണ്. ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണെങ്കിൽ വെയിറ്റ് ഇവിടെ 48 kg ആണ് വേണ്ടത്. സോ ഇറ്റ് ഈസ് റിലാക്സിബിൾ ബൈ 2 kg. അത് ഓരോ ട്രൈബിനുള്ള വ്യത്യാസം നിങ്ങൾക്ക് ഇവിടെ കാണാം. സോ ഇവിടെ മിനിമം ഹൈറ്റ് വേണ്ടത് 152 സെൻറ്റിമീറ്റർ ആണ്. ക്ലിയർ? അപ്പോൾ ഇതാണ് നമ്മുടെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും. അപ്പോൾ ഈ കാര്യങ്ങൾ വീണ്ടും എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ എക്സാമിനേഷൻ്റെ സിലബസ് ആണ്. സോ ഇവിടെ സിലബസ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ട്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ് ഉണ്ട്, ആൻഡ് മാത്സ് ഉണ്ട്, ജനറൽ അവയർനെസ് ഉണ്ട്. അപ്പോൾ ഈ മാത്സും റീസണിംഗ് ഒക്കെ എല്ലാം ഒരു 10th സ്റ്റാൻഡേർഡിൻ്റെ ലെവലായിരിക്കും നമ്മുടെ ചോദ്യങ്ങൾ വരുന്നത്. ക്ലിയർ? അപ്പോൾ ഇംഗ്ലീഷിൽ വരുന്ന സബ്ജക്റ്റുകൾ അല്ലെങ്കിൽ അതിൻ്റെ സബ് ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് ബേസിക്സ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. സോ ഇവിടെ ഒരു 10ാം ക്ലാസ് നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ തന്നെയായിരിക്കും നമ്മളിവിടെ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ഇംഗ്ലീഷിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഗ്രാമർ റൂൾസ്, ബേസിക് വൊക്കാബുലറി, 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, സെൻറ്റൻസ് സ്ട്രക്ചർ കറക്റ്റ് ചെയ്യുക, എറേഴ്സ് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുക, എറേഴ്സ് ഡിറ്റക്റ്റ് ചെയ്യുക, പിന്നെ വീണ്ടും ഫ്രേസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിനോണിംസ് ആൻഡ് ആൻറ്റണിംസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, വാക്കുകളുടെ ശരിയായിട്ടുള്ള ഉപയോഗം, പിന്നെ ബേസിക് ആയിട്ടുള്ള റൈറ്റിംഗ് എബിലിറ്റി. അപ്പോൾ ഇതൊക്കെയാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നിങ്ങൾക്ക് സിലബസ് ആയിട്ട് വരുന്നത്. ഇനി ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ് നോക്കുകയാണെങ്കിൽ അതിൽ നോൺ വെർബൽ റീസണിങ്ങിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ചോദ്യങ്ങൾ വരും. പിന്നെ സ്പേസ് വിഷ്വലൈസേഷൻ അതും ആൻഡ് വിഷ്വൽ മെമ്മറി. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മുടെ നോൺ വെർബൽ റീസണിങ്ങിൻ്റെ ടോപ്പിക്സ് ആണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് ചോദ്യങ്ങൾ വന്നിരിക്കും. ഡിസ്ക്രിമിനേറ്റിംഗ് ഒബ്സർവേഷൻ അത് തന്നെയാണ്. അതുകൂടാതെ ബേസിക് ആയിട്ടുള്ള ചില റീസണിങ് ചോദ്യങ്ങൾ, ഫോർ എക്സാമ്പിൾ നമുക്ക് സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് ഉണ്ട്, അനാലജി ഉണ്ട്, സീരീസ് ഉണ്ട്, ഇത്തരത്തിലുള്ള ടോപ്പിക്സിൽ നിന്നും നമുക്ക് ചോദ്യങ്ങൾ വരും. ഇനി റിലേഷൻഷിപ്പ് കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത് ബ്ലഡ് റിലേഷൻഷിപ്പാണ്. ഫിഗറൽ ക്ലാസിഫിക്കേഷൻ, തന്നിരിക്കുന്ന ഫിഗേഴ്സിനെ അവയുടെ പ്രോപ്പർട്ടീസ് അനുസരിച്ച് ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്യുക. പിന്നെ അരിത്തമെറ്റിക്കൽ ആൻഡ് നമ്പർ സീരീസ്, നോൺ വെർബൽ സീരീസ്, അത് ഫിഗർ സീരീസ് ആണ്. അബ്സ്ട്രാക്ട് ഐഡിയാസ് എന്നൊക്കെ പറയുന്നത് ഈ മിറർ ഇമേജ് ഒക്കെ പോലുള്ള ടോപ്പിക്സ് ആണ്. സിമ്പിൾസും അതിൻ്റെ റിലേഷൻഷിപ്പും, അതായത് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്, അരിത്തമെറ്റിക്കൽ കമ്പ്യൂട്ടേഷൻ, ബേസിക്കലി മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള ചെറിയ റീസണിങ് ക്വസ്റ്റ്യൻസ് ആൻഡ് അനാലിറ്റിക്കൽ ഫംഗ്ഷൻസ്. അപ്പോൾ ഇതൊക്കെ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിൽ നിന്നും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇനി അടുത്തതായിട്ട് വരുന്നത് ന്യൂമെറിക്കൽ ആപ്റ്റിറ്റ്യൂഡാണ്. സോ ന്യൂമെറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മുടെ 10th ലെവൽ വരുന്ന ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ചോദ്യങ്ങൾ തന്നെയായിരിക്കും. അതായത് നമ്പർ സിസ്റ്റംസിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാകും, ഹോൾ നമ്പേഴ്സ് അത് ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ, ഡെസിമൽസും ഫ്രാക്ഷൻസും അതിൻ്റെ കൺവേർഷൻസും, ബേസിക് അരിത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ് അതായത് ആവറേജ്, അഡിഷൻ, പിന്നെ പെർസെൻറ്റേജസ്, റേഷ്യോസ്, ഇതിൽ നിന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ 3 ടോപ്പിക്കുകളും പ്രത്യേകം പഠിച്ചോളുക. ഈ 3 ടോപ്പിക്കിൻ്റെയും ബേസ് ക്ലിയർ ആണെങ്കിൽ മാത്രമാണ് മാത്സിലെ മറ്റ് ടോപ്പിക്സും നിങ്ങൾക്ക് നന്നായിട്ട് സോൾവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് ഇൻട്രസ്റ്റ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ലോസ്, ഡിസ്കൗണ്ട്, ടേബിൾസ് ആൻഡ് ഗ്രാഫ്സ്, അത് ഇവിടെ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ ആണ് വരുന്നത്. പിന്നെ മെൻസുറേഷൻ എന്ന് വെച്ചാൽ ഏരിയാസ് ആൻഡ് വോള്യൂംസ്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ടൈം ആൻഡ് വർക്ക്. അപ്പോൾ ഇത്രയും ടോപ്പിക്സിൽ നിന്നാണ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? ഹായ്, നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് എക്സാം സ്റ്റാർട്ട് ആകുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ജൂണിലെ എൻട്രിയുടെ എഡ്യൂഫെസ്റ്റും സ്റ്റാർട്ടായി കഴിഞ്ഞു. അപ്പോൾ ഇപ്പം പഠിച്ച് തുടങ്ങുന്നവർക്ക് ഈ ഒരു സ്പെഷ്യൽ ഓഫറിൽ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ജോലി കിട്ടുന്നവരെ എക്സ്റ്റൻഡഡ് വാലിഡിറ്റിയിൽ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം ഈ ഒരു 1 ടൈം ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ. അപ്പോൾ ഇപ്പം തന്നെ ജോയിൻ ചെയ്യുമല്ലേ?
ഇനി നെക്സ്റ്റ് വരുന്നത് ജനറൽ അവയർനെസ് ആണ്. അപ്പോൾ നിങ്ങളുടെ ആ എക്സാമിൻ്റെ സ്കീം എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. ജനറൽ അവയർനെസ്സിൽ നിന്നും ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നിന്നും വരുന്ന ചോദ്യങ്ങളുടെ വെയിറ്റേജിനനുസരിച്ചാണ് നിങ്ങളുടെ റാങ്ക് ഡിറ്റർമൈൻ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതിനനുസരിച്ച് ചെയ്യാം. സോ ഇവിടെ പൊതുവെയുള്ള നമ്മുടെ ജനറൽ അവയർനെസ് ടെസ്റ്റ് ചെയ്യാൻ ഭാഗത്തിനാണ് ചോദ്യങ്ങൾ വരുന്നത്. സോ അതിൽ പ്രധാനമായിട്ടും ഇന്ത്യ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഇന്ത്യയുടെ കൾച്ചർ, ഇന്ത്യയുടെ ഹിസ്റ്ററി, ഇന്ത്യയുടെ ജിയോഗ്രഫി, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണ്, നദികൾ ഏതൊക്കെയാണ്, പ്രധാനപ്പെട്ട ഡാംസ് ഏതൊക്കെയാണ്, വീണ്ടും ഇന്ത്യയുടെ ഡൈവേഴ്സിറ്റി ബേസ്ഡ് ആയിട്ടുള്ള പല സ്റ്റേറ്റുകൾ, അവയുടെ ഡാൻസ് ഫോംസ്, ഇമ്പോർട്ടൻറ്റ് ഫെസ്റ്റിവൽസ്, ഇനി ഇന്ത്യയുടെ ഹിസ്റ്ററി, ഫ്രീഡം സ്ട്രഗിൾ, ഇന്ത്യയിലെ ഡൈനാസ്റ്റീസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ കറണ്ട് എക്കണോമിക് സിറ്റുവേഷൻസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇന്ത്യയുടെ ജനറൽ പോളിസി ആൻഡ് സയൻറ്റിഫിക് റിസർച്ചിൽ ഇന്ത്യക്കാർ നടത്തിയ അല്ലെങ്കിൽ ISROയുടെ ഒക്കെ മുന്നേറ്റങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ജനറൽ അവയർനെസ്സിൽ നമ്മുടെ ക്വസ്റ്റ്യൻസിൽ ചോദിക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇത് SSCയുടെ MTS എക്സാം നടക്കുന്നത് ഒരുപാട് പല പല റീജിയൻസിൽ വെച്ചിട്ടാണ്. അതായത് ഇപ്പം നമുക്ക് കേരളം ഒരു റീജിയൻ ആയിട്ട് വരും. ആ രീതിയിലുള്ള പല റീജിയൻസിലാണ് നമ്മുടെ എക്സാം നടക്കുന്നത്. സോ ഇവിടെ ഔട്ട് ഓഫ് ആദ്യത്തെ സെഷൻ 1-ൽ നിന്ന് വരുന്ന മാർക്ക് നമ്മൾ കൂട്ടാതെ സെഷൻ 2-ൽ 75 + 75 ഔട്ട് ഓഫ് 150 ആണ് നിങ്ങളുടെ മാർക്ക് വരുന്നത്. അപ്പോൾ അതിൽ പൊതുവെ അൺറിസർവ്ഡ് കാറ്റഗറീൻ്റെ ഒക്കെ ഒരു കട്ട് ഓഫ് വരുന്നത് ഒരു 100+ ആയിരിക്കും. സോ അധികം ഇപ്പോൾ 2023-ലൊക്കെ 125-ൻ്റെ മുകളിലേക്കായിരുന്നു ഔട്ട് ഓഫ് 150 കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓരോ തവണയും വരുന്ന വേക്കൻസീസും അതിൽ വരുന്ന നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സും ഒക്കെ ബേസ്ഡ് ആയിട്ടാണ് നമ്മുടെ എക്സാമിൻ്റെ കട്ട് ഓഫ് സാധാരണ ഡിറ്റർമൈൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് MTS എക്സാം എന്താണ്, എപ്പോഴാണ് നടക്കുന്നത്, അതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ എന്തൊക്കെയാണ്, എലിജിബിലിറ്റി എന്തൊക്കെയാണ്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ്, ഏജ് റിലാക്സേഷൻസ് എന്തൊക്കെയാണ്, സിലബസ് എന്താണ് തുടങ്ങിയിട്ടുള്ള SSC MTS എക്സാമിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ തോന്നുകയാണെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഒരു നമ്പർ കാണാം, അല്ലെങ്കിൽ അവിടെ കമൻസിൽ നമ്മൾ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് പിൻ ചെയ്തിട്ടുണ്ട്. സോ അവിടെ ഒരു നമ്പർ കാണാം. ആ നമ്പറിൽ നിങ്ങൾക്ക് നമ്മളെ കണക്ട് ചെയ്യാം, നിങ്ങളുടെ സംശയങ്ങളൊക്കെ എഴുതി നമ്മളെ അറിയിക്കാം. ഓക്കെ, കോമൻസിലൂടെ ചോദിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കോമെൻറ്റിലോ ഒരു പിൻ കോമെൻറ്റിലോ ഒരു ഗൂഗിൾ ഫോമും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലൂടെയും നിങ്ങൾക്ക് നമ്മൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ക്വയറീസിനും നമ്മൾ ആൻസർ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ പൂർണ്ണമാവാണ്. നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ടോ ചോദ്യങ്ങളോ വന്നാൽ തീർച്ചയായിട്ടും കോമൻസിലൂടെ എഴുതി അറിയിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.